എന്തായാലും നിങ്ങളുടെ വൃത്തിയുടെ പരിപാടി കാണിക്കുന്നത് ഞാൻ ഓർക്കില്ല അമ്മാവ. ആരോട് ചോദിച്ചിട്ടാണ് നീ ഇവരെ അകത്ത് വിളിച്ചേറ്റ്? അമ്മാവ ഒരു ദുർബല നിമിഷത്തിൽ സംഭവിച്ചു. അത് ഇത് ആരെന്നറിയാമോ? ഞങ്ങളുടെ പാർട്ടിയുടെ വലിയൊരു നേതാവിന്റെ മരുമോനും മോളും ഒക്കെയാണ്. അങ്ങനെയാണെങ്കിൽ ആളില്ലാത്ത വീട്ടിലെ കാര്യം താമസിപ്പിക്കാം. ഇക്കണക്കിന് നീ വീട് വെക്കൂലടാ നീ. ഇല്ല അല്ല അമ്മാവ, അത് എങ്ങനെ വിട്ടാൽ ശരിയാവില്ല. ഞാൻ ഏട്ടനെ വിളിച്ച് പറയട്ടെ. അയ്യോ ഇപ്പൊ വിളിക്കരുത്, നാത്തോനെതിരെ കൂട്ടി നിൽക്കാൻ പാടില്ലായിരുന്നു. കൂട്ടുന്നിട്ടില്ല, സത്യമായിട്ടും കൂട്ടുന്നിട്ടില്ല. ഈ മനുഷ്യൻ പിന്നെ മണ്ടത്തിനെ കാണിക്കുള്ളൂ. വിളിക്കല്ലേ മാറങ്ങോട്ട്. ഞങ്ങൾ ഇവിടെ എത്തി. അതെ, നമ്മുടെ വീട് നിങ്ങളുടെ പെങ്ങളുണ്ടല്ലോ, ആർക്കായിട്ട് കൊടുത്തു. ആർക്കറിയാം വാടകയ്ക്കാണോ വിറ്റാണോന്ന്. വന്ന് താമസിക്കേണ്ടതിന്റെ അകത്ത് പറയും നമ്മൾ വന്നപ്പോ. ആന്ന് ഞാനും അമ്മാനും ഇവിടെ വന്നപ്പോ ഏതോ ഒരു പെണ്ണും ഏതോ ഒരാളും അകത്തുണ്ട്. ഭാര്യ ഭർത്താവാണെന്ന് ആർക്കറിയാം? ഇവര് പറയണ്ട ഭാര്യ ഭർത്താവാണെന്ന് ആർക്കറിയണേ? അതേന്ന് സത്യമായിട്ടോ. അതെ, എന്താ ചെയ്യേണ്ടത് ചോക്കി? ഞാൻ കൊടുക്കാം. എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് പറയ്, അവനോട് പറയാ, കാര്യം പറ. ഇല്ലടാ, അത് ഇവരിപ്പൊ തന്നെ പോവും. ഞാനല്ല. നീ അറിയാണ്ടപ്പോ എനിക്ക് തോന്നിയ ദിവസം കാണിക്കും. ഞാനല്ല, അത് പറഞ്ഞത് തന്നെ ഞാൻ അറിയാതെ കൊടുത്തു പോയതാ. ഇവിടെ ഉണ്ട്. അയ്യോ കേട്ടല്ലോ, അതന്നെ പതിവ് നെഞ്ചുവേദന. അയ്യോ സത്യമായിട്ടും വേദനയാണ് മോളെ. അവനെ അല്ല ആളിയോ? അതെ അല്ല, ചീത്ത വിളിക്കല്ലേ അളിയാ? അളിയാ അമ്മാവന്റെ കൊടുക്കാം. ശരി ശരി. അതെ, രണ്ടിനെയും വിളിച്ചിറക്കി വിടുന്നു. ഇല്ലെങ്കിൽ ഞാൻ വിളിച്ചിറക്കണം രണ്ടിനെയും. അമ്മാവ പിന്നെ ഇറങ്ങി പോവാൻ പറയണേ. അത് മോശമാണ് അമ്മാവ. ഇതിപ്പോ ഞാൻ വിളിച്ചിറക്കി. ഞാൻ അല്ല, എന്താ കാര്യം? നിങ്ങൾ പോയിക്കേ. അതങ്ങനെ പോകും? അങ്ങനെ ചുമ്മാ ഇറങ്ങി അങ്ങനെ പോകാൻ പറ്റുമോ? ഞങ്ങളുടെ കയ്യിൽ നിന്ന് 10,000 രൂപ ഒരാഴ്ച താമസിക്കേണ്ട എന്നെ വാങ്ങിയവൻ. ഒരാഴ്ചയോ? 10,000 റുപ്യ? അതെ. എടാ, കാശെടുക്കണം അങ്ങോട്ട്. എന്തൊരു സ്നേഹമായിരുന്നു കാശ് മേടിക്കുമ്പം. കാശ് ഈ അമ്മാവൻ തരും. ഞാനോ? അതെ, എന്റെ കാശൊന്നുമില്ല കേട്ടാ. സ്ഥലം വിടാൻ നോക്ക്. നിന്നെ പരിചയപ്പെടുത്തുന്നവനെ ഞാനൊന്ന് കാണട്ടെ, ആ കോമളന്. എന്നിട്ട് അവൻ ബാക്കി നിനക്ക് കേട്ടോ. തോന്നിയാസം കാണിച്ചിട്ട് എന്തൊക്കെ അവിടെ കാണിച്ചിട്ടുണ്ടോ? അതെ, എന്തെങ്കിലും കഴിച്ചാലോ? അയ്യോ, വയറ് നിറഞ്ഞു. ഇനി ഒന്നും വേണ്ട. ഒരു കാര്യം ഞാൻ പറയാം, രണ്ടുപേരും ഇനി പടി ചവിട്ടി പോരുത്. കുടുംബത്തിൽ തന്നെ ഇങ്ങനെ ചതിമാരുണ്ടാവും. അല്ലെങ്കിൽ ഇപ്പൊ ഈ പടിയാവട്ടെ എന്റെ പട്ടി വരും. എന്റെ കർത്താവ്യോ, ഒരു രീതിയിലും മനുഷ്യനെ നന്നാവാൻ സമ്മതിക്കില്ല. ഓരോ ഗ്രഹപ്പഴകൾ പറഞ്ഞ വഴി. അതെ, 13 വർഷം മുമ്പ് എനിക്ക് വന്ന ഗ്രഹപ്പഴയാണല്ലോ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കണേ. Alien versus Alien.